മഹല്ലിൽ കല്യാണത്തിന് കള്ളു കൊടുത്തു, പട്ടച്ചാരായം മോന്തിച്ചു, ബാൻഡടി സെറ്റിന് ഇവിടെ ഉണ്ട്, ആ മഹല്ലുകാർ ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഇരിക്കണ സാസിൽ ഞാൻ ഇന്നി അറാറുസഹും, ഞാൻ അവരെ തല കാണുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഒരു മഹല്ലുകാരുടെ നാട്ടിൽ നടന്ന ഒരു കല്യാണത്തോട് അനുബന്ധിച്ചിട്ട് ആ കല്യാണത്തിലെ പട്ടച്ചാരായം വിരോധിച്ചു, സർക്കാർ വരെ കൊടുത്തു, സർക്കാർ വരെ നിരോധിച്ചിട്ടുണ്ട് ചാരായം. എന്നിട്ട് അത് മോന്തിച്ചു. ആര്? മുസ്ലിമിന്റെ പുതിയാപ്പള നോക്ക് നോക്കൂ. മഹല്ല് കമ്മിറ്റി ഏതായാലും ഉശിറുള്ള തീരുമാനം എടുത്തു. മഹല്ല് കമ്മിറ്റി അന്ന് ആ വിഷയത്തിന് തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഇനി അതിൻ്റെ അപ്പുറം കിടക്കണ്ട, ആ കുടുംബേറ്റ് അവിടെ നിൽക്കാൻ. അതിന് നിങ്ങൾ മൗലികവാദമോ അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞു കൊടുക്കുക. ആരാ നിങ്ങളെ വാക്ക് ചെവിക്കൊള്ളുന്നത്? അതിനല്ലേ ഇവിടുത്തെ ഒന്നാം പ്രമാണമായ രാജ്യത്തിൻ്റെ ഒന്നാം പ്രമാണമായ സ്വാതന്ത്ര്യത്തിലെ മൗലിക തത്വമായ സ്വാതന്ത്ര്യം, ഒരു വിശ്വാസിയുടെ വിശ്വാസം, അത് അവൻ്റെ രീതി, ആരാധനാ സ്വാതന്ത്ര്യം, തീരുമാനമെടുക്കാനുള്ള ഐച്ഛികമായ അവകാശം, ഇത് ഭരണഘടനയുടെ ഒന്നാം പ്രമാണമാണ്. ഇത് നിഷേധിച്ചിട്ടില്ല. അത് നിഷേധിക്കുന്നവർക്കെതിരെ ആ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ മൗലിക അടിസ്ഥാനം നിലനിർത്താൻ വേണ്ടി അവസാന മുസ്ലിമീങ്ങൾ വരെ സമരം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ്. മുസ്ലിമീങ്ങൾ ഇവിടുത്തെ ജനാധിപത്യവും ഇവിടുത്തെ രീതിയും ഇവിടെ മുൻഗാമികളായ ആളുകൾ ഈ സംവിധാനിച്ച ഇവിടുത്തെ ഈ മൗലികമായ രീതികളും നിലനിർത്താൻ അവസാനം വരെ സമരം ചെയ്യാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാണ്. അത് ഭീകരമല്ല, അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നിലനിർത്തുക മാത്രമാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ കാര്യത്തിൽ മുസ്ലിമീങ്ങളോട് യോജിക്കുകയും ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കും. ഏതോ നാണ്ടോ നാലോ ആൾ എതിർക്കുണ്ടാവാം, എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഈ വിഷയത്തിൽ മൗലികാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നെനിക്ക് വിശ്വാസവുമുണ്ട്. അള്ളാഹു ഈ നന്മ നിലനിർത്തുമാറാകട്ടെ. ചാരായം കുടിപ്പിക്കുക എന്നിട്ട് കൊണ്ടുപോയി കമ്മിറ്റി തീരുമാനമെടുത്തു, മഹല്ലിന് തീരുമാനമെടുത്തു. ഞാൻ ആ മഹല്ലുകാരറ്റ് ആ വിഷയത്തിൽ ഉപദേശത്തിന് വേണ്ടി ചെന്നപ്പോൾ അവരോട് ചോദിച്ചു, ആ വീട്ടിൽ വയസ്സന്മാരായ ആളുകളൊന്നുമില്ല, അവർ വന്നിട്ട് വല്ല തൗബയും പറഞ്ഞോ വല്ല മാപ്പും പറഞ്ഞോ എന്തേലും പറഞ്ഞോ? അപ്പോൾ അവർ പറഞ്ഞു, അയാൾ അങ്ങാടിയിൽ നിന്ന് ഒരു മീൻ വാങ്ങി പോകുന്നല്ലാതെ അയാൾക്ക് മാറ്റമൊന്നുമില്ല. ഇതെൻ്റെ ആവശ്യം. ഇന്നിപ്പോൾ ആർക്കും മാപ്പ് പറയണ്ടയോ മുസ്ലിം ഉമ്മത്തിനെ നിയന്ത്രിക്കേണ്ടയോ പ്രശ്നമല്ല. നേരത്തെ ഇവിടെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, കയ്യിന് ഊക്കുള്ള നാടന്മാരുണ്ടായിരുന്നു പഴയ കാലത്ത്, തമ്മാടിത്തരം ചെയ്താൽ അടി അങ്ങോട്ട് കിട്ടും. അങ്ങനെ ഉണ്ടായിരുന്നു, അടി കിട്ടുന്ന പേടിയുണ്ടായിരുന്നു. അതൊക്കെ തമ്മിലൊക്കെ ചിലപ്പോൾ ബാപ്പാക്ക് മകനെ അടിക്കുക, അങ്ങനെ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, അങ്ങനെ ചില അടിയുണ്ട്. ബാപ്പ മകനെ അടിക്കും പോലെ തന്നെ ഉണ്ട്. ഭരണാധികാരിക്ക് ചിലപ്പോൾ കളിയർ പാപ്പാക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുക്കുക. കണ്ണിയത്ത് ഉസ്താദ് അടിൻ്റെ അടി കിട്ടിയ പല ആളുകളും കേരളത്തിലുണ്ട്. പള്ളിയിൽ നിന്ന് പത്രം വായിച്ചിട്ടാണ് മുതലാളിക്ക് അങ്ങോട്ട് കിട്ടിയത്, അടിയാണ് കിട്ടി. പള്ളിയിൽ നിന്ന് പത്രമാണ് വായിച്ചു. ഒരിക്കൽ പറഞ്ഞു പള്ളി പത്രം വായിക്കാനുള്ള പത്രം വായിക്കരുത്. പിറ്റേന്ന് വന്നപ്പോൾ മുതലാളി പത്രം വായിക്കുക, ഒന്നാണ് വെച്ചുകൊടുത്തു, അടിയാണ് കിട്ടി. അന്നത്തെ ഉച്ചത്തെ ഭക്ഷണവും മുതലാളിൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷെ ആൺകുട്ടിയാ, അള്ളാഹുവാണ് റസാഖ്, മുതലാളി അല്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആൺകുട്ടിയാ, അതിനൊക്കെ ആൺകുട്ടി എന്നാ പറയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് കൂടെ ചേർന്ന് മുസ്തഫ നബിയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ആൺകുട്ടികളാ. ഇവിടെ അള്ളാഹു കൊടുത്ത 100 കൊടുത്ത ആൺകുട്ടികളായിരുന്നു. 10 റുപ്യേൻ്റെ പൈസ അവരെ കയ്യിലില്ലെങ്കിലും അവർ ധീരന്മാരായിരുന്നു. ദുനിയാവിലെ പൈസ മുഴുവൻ അവരെ കയ്യിൽ തന്നെയായിരുന്നു. ഏത് മുതലാളിൻ്റെയും മേലെയായിരുന്നു അവർ. മുതലാളിനോട് കുടുംബക്കാർ ചോദിച്ചു, വല്ല നമുക്ക് എന്തെങ്കിലും ഇതിനൊരു ജസ ചെയ്യിക്കണ്ടേന്ന്. മുതലാളി പറഞ്ഞു, മനുഷ്യന്മാരെ ഞാൻ തന്നെ തൃപ്തിയായിരിക്കുകയാണ്, നിങ്ങൾ തീക്കൊള്ളിയോട് തലകുറിയും പോണ്ട. അതായത് മുതലാളി നമ്മളോ പറയാം, മുതലാളി പറഞ്ഞു ഞാൻ തന്നെ തൃപ്തിയായിരിക്കുകയാണ്, എനിക്ക് അടി കിട്ടേണ്ട തന്നെയാണ്. തലേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ നിന്ന് പത്രം വായിക്കും. പക്ഷെ അത് പറയാൻ കാളിയരായി എനിക്ക് അധികാരം ഉണ്ടാകണം. ഞാൻ 1 പത്രം 2 പത്രം 4 പത്രം അല്ല ഇന്ന് മെഹ്റാബ് എന്ന് വായിക്കണം. അപ്പം പിന്നെ എനിക്കത് പറയാൻ പറ്റുമോ എന്നും കൂടി ഞാൻ കണ്ണെത്തു സ്ഥാനം പറയാൻ പറ്റും. അത് ആൺകുട്ടികളാ. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുബി വൽ ആസാൽ എന്ന വിശ്വാസമുള്ള ലോകത്ത് പ്രഭ ചൊരിഞ്ഞ മഹാമനുഷ്യരായിരുന്നു അവരൊക്കെ. അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പം എന്നതുപോലെ തന്നെ അപ്പം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരു ഹലാലിനെ ഒരു ഹറാമിനെ ഹലാലാക്കുക, അല്ലെങ്കിൽ ഒരു ഹലാലിനെ ഹറാമാക്കുക. ഒരു ഹലാലിനെ ഹറാമാക്കുക പാടില്ല. ഒരു ഹലാലിനെ ഹറാമാക്കി ഏതെങ്കിലും നിക്കാഹിനെ ഒരാൾ ഹറാമാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം അള്ളാഹു ഹലാലാക്കിയ ഒരാളിനെ ഒരു കാര്യത്തെ പോലും ഹറാമാക്കാൻ ഒരാൾക്കും അധികാരമില്ല. ഞാൻ വിശദീകരിക്കണില്ല. അല്ലെങ്കിൽ പറഞ്ഞു ഒരുപാട് സമയമില്ല, പറഞ്ഞാൽ ലോഡ് കണക്കിനുണ്ട്.
അല്ലെങ്കിൽ പറഞ്ഞു ലൗ അഅതാനി അല്ലാഹുൽ ജന്നത മാ ദഖൽതനി, അല്ലാഹ് എനിക്ക് സ്വർഗ്ഗം തന്നാൽ ഞാൻ അതിൽ കയറിയിട്ട് വേണ്ടേ എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാഫൻ, തന്നോട്ടെ, ഞാൻ തന്നാലും ഒരു കയറാൻ പോണില്ല എന്ന് പറഞ്ഞു. അവനറിയാം അവനത് കിട്ടൂല എന്നോട് പറഞ്ഞു. കിട്ടൂല എന്നറിയാൽ ഉള്ള അവസ്ഥയിലാണെങ്കിൽ ഫാസിഖേ ആവുള്ളൂ. തന്നാലും കയറൂല എന്ന് പറഞ്ഞാൽ കഫർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന്. അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു, ഒരാൾ വേറൊരാളെ ഉപദ്രവിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞു മഹ്ശറ ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കിക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അയ്യോ ഷൈൻ ഫിൽ മഹ്ശരി, മഹ്ശറ ഉണ്ടിട്ട് ഇപ്പൊ എന്ത് ഉണ്ടായിട്ട് ഇപ്പൊ എന്തുണ്ടാകാനാ എന്ന് പറഞ്ഞു. മനസ്സിൽ ആയിക്കോട്ടെ, ഇനിയിപ്പോ മഹ്ശറ ഉണ്ട് എന്നൊക്കെ, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാവാനാ എന്ന് പറഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഔ ഇൽഖാഉ മാ ഫീ ശൈഇൻ മിനൽ ഖുർആനി, അല്ലെങ്കിൽ ഒരു ഖുർആനോ അവിൽ ഇൽമു ശർഈ, ശർഈയായ ഇൽമു എഴുതിയതോ, ഔ ഇസ്മിൻ മിൻ അസ്മാഇല്ലാഹി അവിൽ മലായിക, അല്ലെങ്കിൽ അള്ളാഹിന്റെ മലക്കുകളുടെയോ പേരോ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ പേരോ, ഫിൽ മുസ്തഖ്ദരി, ഒരു മ്ലേച്ഛമായ വസ്തുവിൽ ഇടുക. മ്ലേച്ഛമായ വസ്തു എന്ന് പറഞ്ഞത് ഫിൻ നജാസാത്തി ഔ ഖദ്രിൻ ത്വാഹിരിൻ. മനസ്സിലായില്ല? നജസാണെങ്കിലും വേണ്ടില്ല. ഇപ്പൊ മൂക്കിൽ നിന്ന് ഒലിക്കുന്നത് അത് നജസല്ല, ത്വാഹിറ, പക്ഷെ അതൊരു മ്ലേച്ഛമായ, നമുക്ക് മനസ്സിലാവണില്ലേ? മനീയ ഇന്ദ്രിയത്തുള്ളി നജസല്ല, പക്ഷെ അതൊരു വൃത്തിയട്ട സാധനമാണ്. ഇങ്ങനത്തെ സാധനത്തിലൊക്കെ കൊണ്ടുപോയി ഇട്ടു, കഫറാവും. അതോടുകൂടെ തന്നെ കഫറാവും. എന്തിനാ കൊണ്ടുപോയി ഇടുന്നത്? അല്ലെങ്കിൽ തുമ്മിയപ്പോ ഒന്നിങ്ങനെ തെറിച്ചു, അപ്പൊ എന്തോ ഒരു ശരയായ ഇൽമ എഴുതിയൊരു കടലാസ് കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്ന് തുടച്ചു. അത് മുമാസത്തു, തുടച്ചു. ഇങ്ങനെ തുടച്ചിട്ടേ ഉള്ളൂ, അപ്പൊ ഇങ്ങനെ കഫറായി. അങ്ങനെ തുടച്ചു, കഫറായി. ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന മാറ്റിയ പ്രശ്നം പരിഹരിക്കും, ഇന്ന മാറ്റിയ പരിഹരിക്കാത്ത പ്രശ്നമാണ് ഇത്. അഇമ്മത്ത് എഴുതി വെക്കാത്ത രേഖല്ല. ഇത് ഈ വിഷയം ഞാൻ മുൻഗാമികളും പിൻഗാമികളും ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാരുടെ ഈ മൊത്തം രേഖകൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. ഒരു വിഷയം മാത്രമല്ല, എല്ലാം. അല്ലെങ്കിൽ ഏതെങ്കിലും കഅബയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പള്ളിയിലോ നജസ് പുരട്ടി, ഏതെങ്കിലും ഒരു പള്ളിയിൽ നജസ് പുരട്ടി, അല്ലെങ്കിൽ നജസ് പുരട്ടാന്ന് പറഞ്ഞു. an എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാം. ഒരുത്തൻ പള്ളിയിൽ രാത്രി കിടന്നിരുന്നു, മൂത്രിച്ചു, അറിയാതുണ്ടാവും, മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ മൂത്രിച്ചു, സാരല്ല, കാഫിറാവൂല. നേരം വെളുത്ത് പായ വേഗം അലക്കിയിട്ടു. പായൊക്കെ കഴുകിയിട്ടുള്ള നേരത്താണ്, അല്ലെങ്കിൽ പായ കഴുകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് മൊല്ലാക്ക ബാങ്ക് കൊടുക്കാൻ വേണ്ടി സുബൈക്ക് വരുന്നത്. എന്തേന്ന് ചോദിച്ചു, എനിക്ക് ലേശം മൂത്രം പോയി എന്നാണ്. മൊല്ലാക്കല്ലേ, മൊല്ലാക്കാർക്ക് സ്വാഭാവികമായിട്ടും മിക്കവാറും മൊല്ലാമാർക്കൊക്കെ വയസ്സുണ്ടാവും. വയസ്സന്മാരത്ത് എന്ത് കിട്ടിയാലും പിന്നെ അവരിങ്ങനെ നൊടിഞ്ഞു പറയും. നേരെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ സുബൈ നിസ്കരിച്ചാൽ പിന്നെ എല്ലാ നാട്ടിലുള്ളൊരു കർമ്മമാണ് അടുത്ത മക്കാനിന്ന് ഞാൻ പിടിക്കുക. അപ്പോൾ പറഞ്ഞു, എൻ്റെ വീരാൻകുട്ടി ഉണ്ടല്ലോ, നമ്മളെ വീരാൻകുട്ടി ഇല്ല, അന്ന് രണ്ടിക്ക് വന്ന് പള്ളി പാറ്റാൻ വേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞു. ഇതിങ്ങനെ 2 വട്ടം മൊല്ലാക്ക പറഞ്ഞപ്പോൾ വീരാൻകുട്ടിൻ്റെ ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു അവിടെ, അയാൾക്കത് പറ്റിയില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെയാണ് വരികയാണ് നാളെ മുതൽ, എന്താ നിങ്ങൾ കാട്ടുന്നത് എന്ന് ചോദിച്ചു. വീരാൻകുട്ടി കഫറായില്ല, മറ്റോ കഫറായി. ഓൻ വരുന്നുമില്ല, അങ്ങോട്ട് വരൂല്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീരാൻകുട്ടി എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഏതെങ്കിലും വല്ല വീരാൻകുട്ടി അയാൾ ചൂടാകേണ്ട ആവശ്യമില്ല, അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. വീരാൻകുട്ടിയാൾ ചൂടാകരുത്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങളൊക്കെയാണ് വരികയാണ്, ഞങ്ങൾ നാളെ മുതൽ ഒരുങ്ങാണ്, കബീലടക്കം. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങളൊക്കെ കുറേ കല്ലും സിമൻറ്റും മണലൊക്കെ കൊടുത്തിട്ട് തന്നെ അത് ഉണ്ടാക്കിയത് എന്നാണ് പറഞ്ഞു. ഹലാസ്. മൂത്രിച്ചൊപ്പോൾ മോമിന, മൂത്രം പോയും ചെയ്തു, നല്ല റാഹത്തുണ്ടായി, ഒക്കെ ഭംഗിയായി. ഇവനൊരു കുഴപ്പമില്ല, ഒരു തെറ്റ് പോലും. അല്ലാഹു തആല 3 ആളുകളെ കുറ്റം എഴുതിയല്ല. 1 പ്രായപൂർത്തിയാകാത്ത ആൾ, 2 ഭ്രാന്തൻ, 3 ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉറക്കത്തിൽ ഒരുത്തന്നെ നെഞ്ചിനൊരു ഒറ്റ ചവിട്ട്, മറ്റേ ആൾ മരിച്ചു. ഒരു കുഴപ്പമില്ല, നരകം കിട്ടില്ല. അങ്ങനെ വേറുള്ളവരോട് ചവിട്ടാനായിട്ട് കിടക്കരുത് മാത്രം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, അവനെ കണക്കാക്കിയിട്ടൊരു കിടത്തം, അവനാണ് ദേഷ്യമുള്ള ഒരാൾ അടുത്ത് പോയിട്ട് കിടക്കുക.